ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ആക്ച്വലി ഞാനൊരു വീഡിയോ ഇടുന്നത് അധികവും 90% മുന്നേ പറഞ്ഞ വീഡിയോസിനെ ഫോളോ അപ്പ് ആയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. കുറച്ച് സ്റ്റോക്സ് പറ്റിയത് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ. യൂണിയൻ ബാങ്ക്, RVNL, അങ്ങനെ ഒരു 10-12 സ്റ്റോക്കാണ് ഞാൻ അധികം വീഡിയോ ഇട്ടത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ എപ്പോൾ ഫോളോ അപ്പ് ചെയ്ത വീഡിയോ ഇടൽ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ബാക്കിൽ എൻ്റെ വീഡിയോസ് നോക്കാം. കാരണം ഒരു കമൻറ്റ് ചെയ്ത ഒരാൾ നാൽക്കോ പറ്റി കമൻറ്റ് ചെയ്തു. നാൽക്കൊക്കെ ഞാൻ 60 രൂപ 70 രൂപയിൽ എത്രയോ മുന്നേ അലൂമിനിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണ് ട്രിഗർ ചെയ്യാൻ അറിയില്ല. ട്രിഗർ ചെയ്യുമ്പോൾ നല്ല അപ്രിസിയേഷൻ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് 60 രൂപ 70 രൂപയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റീസെൻ്റ് കമൻറ്റ് ഉണ്ട്, ലാസ്റ്റ് പറഞ്ഞ ശേഷമാണ് സ്റ്റോക്ക് പെട്ടെന്ന് കേടി 60-70% പോയത്. ആരെയോ കോപ്പി അടിച്ചിട്ടതാന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഒരു വീഡിയോ കമൻറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബാക്കിൽ എൻ്റെ വീഡിയോസ് കാണാം, എന്നാലേ അതിന് മനസ്സിലാൻ പറ്റുള്ളൂ. ഇതിനെപ്പറ്റി വേറെ അബദ്ധം എന്താ വെച്ചാൽ, ഇപ്പോൾ RVNL 30 രൂപക്ക് പറഞ്ഞു, 70 രൂപക്ക് പറഞ്ഞു, പിന്നെ 120 പറഞ്ഞു, അത് 600 പോയി. അവിടുത്തെ കർഷകർ 420 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യണം. LNT ആവാൻ സാധ്യതയുള്ള കമ്പനി, LNT മാതിരി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മൾട്ടിബാഗ് പിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. സോ 400 രൂപന് പിന്നെ വീണ്ടും വാങ്ങി ആക്കുക. അത് ഇറങ്ങി 300 എത്തി നഷ്ടമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യമായി 30 രൂപക്കാണ്. അതേസമയം 420 ഉറുപ്പ്യക്ക് എൻ്റെ ലാസ്റ്റ് ആ വീട് മാത്രം കണ്ട ഒരാളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ലോസാണ്. പക്ഷെ അത് നിങ്ങൾക്ക് റിക്കവർ ആവും. കാത്തു നിൽക്കണം, പേഷ്യൻസോടുകൂടി കാത്തു നിൽക്കണം. ഈ GE ഷിപ്പിംഗ് സ്റ്റോക്കൊക്കെ ഒരു 2012-13 ചീപ്പ് സ്റ്റോക്കാണ്. അത് എല്ലാ സ്റ്റോക്കും അത് കയറിയിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, എക്സാക്ട് വാല്യൂ, ഇൻട്രൻസിക് വാല്യൂയിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടേ ഇല്ല. എത്രയോ കൊല്ലങ്ങൾ കിടന്ന് ഇപ്പോൾ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 1300 മേലെ. ഇപ്പോഴും വളരെ ബുള്ളിഷാണ് സ്റ്റോക്ക്. ചില സമയത്ത് പേഷ്യൻസ് നമ്മളെ കൊണ്ട് അത്രയും പേഷ്യൻസ് കാണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഓപ്പറേഷൻ കയറ്റിക്കൊണ്ടുള്ളൂ. അവർ വളരെ എത്ര കൊല്ലം ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ്, നല്ല നല്ല സ്റ്റോക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. സോ നമുക്ക് പലതും മിസ്സാവുന്നത് അങ്ങനെ തന്നെയാണ്. ഫോഴ്സ് മോട്ടോഴ്സൊക്കെ 400 രൂപയെന്ന് പറഞ്ഞ് അത് 600 രൂപ എത്തിയപ്പോഴേ പിന്നെ കയറാത്തതുകൊണ്ട് വിറ്റുപോയി ഞാനൊക്കെ. അതൊക്കെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന 20,000-ന് മേലെയാണ്. സോ ഒരു ഒരു ഞാൻ നാൽക്കോനൊക്കെ 60 രൂപയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അലൂമിനിയം സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഭാവിയിൽ ലൈറ്റ് വെഹിക്കിൾ അയക്കണം. അത് ട്രെയിൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ ലൈറ്റ് വെഹിക്കിൾസിന് അലൂമിനിയം ബോഡിയൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വളരെ വ്യക്തം പറഞ്ഞാണ്. അതിന് മേലേക്ക് ഈ കമൻസ് കേൾക്കുമ്പോൾ വിഷമമാണ്. ഇപ്പോഴാണ് ആ കണ്ട വ്യക്തിനെ കമൻറ്റ് ചെയ്യുന്നത്. സോ അല്ലാതെ കാര്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, എൻ്റെ മെമ്പർഷിപ്പിൽ ലോയൽറ്റി മെമ്പർഷിപ്പ് ഉണ്ട്. അത് ആക്ച്വലി ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് 3 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്താണ്. സോ ലോയൽറ്റി മെമ്പർഷിപ്പ് ജസ്റ്റ് ഒരു 50 റുപ്പീസിന് മെമ്പർഷിപ്പാണ് കൊടുത്തത്. അതിൽ ജസ്റ്റ് ആ മെമ്പറാണ് എനിക്ക് മനസ്സിലായി. മെമ്പർ ഒരാൾ കമൻറ്റ് ചെയ്താൽ ആ മെമ്പറാണെന്ന് മനസ്സിലായി. ലോയൽറ്റി ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, എമറാൾഡ് ആയിക്കോട്ടെ. സോ അവർക്ക് ഞാൻ മെസ്സേജ് മറുപടി കൊടുക്കും. പിന്നെ ചില മെസ്സേജിലൊക്കെ ഞാൻ അതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കും വിളിക്കാൻ വേണ്ടിയിട്ടല്ല. അവരാണ് 40 രൂപക്ക് ഞാൻ കൊടുത്തിരുന്നത്. സോ ഇതിലിപ്പം ചില ആൾക്കാർ ഇത് പറ്റിക്കലാണ്, 40 റുപ്പീസ് വാങ്ങിയിട്ട് വീഡിയോ കിട്ടുന്നില്ല, ആൾക്കാർ ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് മെസ്സേജ് അയച്ചിരുന്നു. സോ അതൊരു 100 ആളുടെ അടുത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ലോയൽറ്റി ജോയിൻ ചെയ്ത ആൾക്കാർ. ഈ ലോയൽറ്റി ജോയിൻ ചെയ്ത ആൾക്കാർ, ചില ആൾക്കാർ വായിച്ച് നോക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്ത ആൾക്കാരായിരിക്കും. ജസ്റ്റ് മെസ്സേജ് മറുപടി കിട്ടാൻ വേണ്ടിയിട്ടും എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടും മാത്രം, അതിന് വേണ്ടിയിട്ടാണ് ആ ലോയൽറ്റി ഉള്ളത്. ചില ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഡിസൈഡ് ചെയ്ത ലോയൽറ്റി മെമ്പർഷിപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റേറ്റ് വൺസ് കൊടുത്തുകഴിഞ്ഞാൽ അത് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒന്നും യൂട്യൂബിലില്ല. സോ ഞാൻ 40 രൂപേൻ്റെ അത് ലോയൽറ്റി ഒഴിവാക്കുകയാണ്. ആക്ച്വലി ലോയൽറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അടിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടിട്ട് എന്തൊക്കെയാണ് പെർക്സ് എന്ന്. ഈ മെമ്പേഴ്സിൻ്റെ മെസ്സേജിന് വേഗം മറുപടി കൊടുക്കും എന്നുള്ളത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സോ വായിച്ച് മനസ്സിലാവാത്തോട്ട് ആൾക്കാരാണോ അല്ലെങ്കിൽ നോക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക, എന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. സോ ലോയൽറ്റി മെമ്പർഷിപ്പ് ഡിലീറ്റ് ചെയ്യാണ്. സോ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് മന്തിൽ എല്ലാ പേയ്മെൻറ്റും നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ്. ഞാൻ അത് അന്വേഷിച്ചപ്പോൾ യൂട്യൂബിൽ സെർച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ലാസ്റ്റ് മന്തിലത്തെ എല്ലാ റീപേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കും, 100 ആക്കും തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ യൂട്യൂബ് എടുക്കുന്ന പൈസ തിരിച്ചു വരുമെന്ന് അറിയില്ല. സോ ഇതിൽ ഈ ലോയൽറ്റി മെമ്പർഷിപ്പ് വായിച്ചിട്ട് ജസ്റ്റ് മെസ്സേജ് മറുപടി കിട്ടാൻ വേണ്ടി മാത്രം, അതിലെന്താണ് എഴുതിയത്, പേഴ്സിൽ എന്താണ് എഴുതിയത് അത് കിട്ടാൻ വേണ്ടി മാത്രം ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ലോയൽറ്റി ഡിലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. സോ എമറാൾഡ് മെമ്പർഷിപ്പിലൊക്കെ ഞാൻ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് വരുന്ന
ഫണ്ടമെന്റൽ നല്ല സ്റ്റോക്കാണ്. നമ്മൾ റഡാറിൽ തന്നെയുള്ള ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്ക് ഇടയ്ക്കിടെ ബ്രേക്ക് ഇടുമ്പോൾ എൻ്റർ ചെയ്യും. അതിന് കുറച്ച് ലാഭം വേണ്ടി അപ്പം തന്നെ കൊടുക്കും. ഇത് താഴെ വന്നാൽ വീണ്ടും എൻ്റർ ചെയ്യും. അങ്ങനത്തെ ഒരു കമൻ്റാണ് ഞാൻ കൊടുക്കൽ. സോ അതിൽ താല്പര്യമുള്ള ആൾക്കാർ, സ്വിംഗ് ബേസ്ഡ് ട്രേഡിന് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഈ ചാനൽ തന്നെ പറയുന്നതാണ് എൻ്റെ ലോങ് ടേം സ്റ്റോക്സ് ഒക്കെ. മറ്റേ ലോങ് ടേം സ്റ്റോക്സ് എല്ലാ പൈസ ലോങ് ടേം ഇടുകയാണ്, കുറച്ച് പൈസ മാറ്റിയിട്ട് സ്വിങ് ചെയ്താൽ അതിൽ കിട്ടുന്ന ലാഭം ലോങ് ടേം ഇടാം. ഒരു 80% അക്യുറസി ഉണ്ട്. പിന്നീട് എന്തായാലും സ്റ്റോപ്പ് ലോസ് ഒന്നും ഉണ്ടാവില്ല. താഴെ വന്നാലും തിരിച്ച് കയറാൻ സാധ്യതയുള്ള സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ലോയൽറ്റി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വരണ്ട. ആരും പറ്റിക്കാൻ വേണ്ടി ചെയ്താൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു നമ്മൾ ജോയിൻ ബട്ടൺ എടുക്കുമ്പോൾ തന്നെ ലോയൽറ്റി മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നിങ്ങൾ കമൻറ്റ് കേട്ടതിന് ശേഷം മാത്രമേ ലോയൽറ്റി ഞാനത് ഒഴിവാക്കുള്ളൂ. ഓക്കെ, സോ ഇന്ന് വീണ്ടും റിവ്യൂ ആണ്. നമ്മൾ പറഞ്ഞ 30 രൂപ മുതൽ പറയാൻ തുടങ്ങിയ ഒരു സ്റ്റോക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ആ എടുത്തു പറയാൻ കാരണം നാളെ സ്റ്റോക്ക് വാങ്ങിയിട്ട് 10 രൂപ താഴോട്ട് വന്നാൽ മെസ്സേജ് അയക്കിയത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 30 രൂപ മുതൽ ഞാൻ പറയാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഓരോ സ്റ്റേജിലും പറയുന്നതാണ് സ്റ്റോക്ക്. 209 വരെ അത് ഹൈ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഓവറോൾ കറക്ഷൻ വന്നപ്പോൾ, യുദ്ധം വന്നപ്പോൾ അത് അടിച്ചു വന്നു. ഒരു 170, 150 ലെവൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച മുതൽ യൂണിയൻ ബാങ്ക് മാത്രമല്ല എൻറ്റയർ PSU ബാങ്കിങ് സെക്ടറിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്ന എല്ലാ സ്റ്റോക്സും താഴോട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കാരണം എന്താണെന്ന് ഒരുപാട് ആളൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. സോ യൂണിയൻ ബാങ്ക് 30 രൂപ മുതൽ ട്രാക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ടാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. റെഗുലർ വീഡിയോ ഞായറാഴ്ച വേറൊരു വീഡിയോ ഇടാൻ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ പോളിസി കൊണ്ടുവന്നു. ECL എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് എന്ന് പറഞ്ഞ പോളിസിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ സാധാരണ കേസിൽ നമുക്കൊരു ലോൺ കൊടുത്ത്, എക്സാമ്പിൾ ലോൺ കൊടുത്തു, ഒരു 10 കോടിന് ലോൺ കൊടുത്ത് അതിൽ 3 or 4 ഗഡുക്കൾ അടവ് വരാണ്ട് വന്നു. അപ്പോൾ NPAയിലേക്ക് ആ ഒരു ലോൺ, പെർട്ടിക്കുലർ ലോൺ 10 crores ലോൺ NPAയിലേക്ക് അടക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ബാങ്ക് ഒരു പ്രൊവിഷൻസ് അതിൽ വെക്കണം. സംടൈംസ് 10 കോടീൻ്റെ ഫുൾ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രൊവിഷൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് പ്രൊവിഷൻസ് വെക്കുന്നത്. സോ ഒരു ആക്ച്വൽ കേസിൽ പ്രൊവിഷൻസ് വെക്കാൻ പറഞ്ഞാൽ ബാങ്കിന് കിട്ടാക്കടം കൂടി വരുന്നുണ്ട്. അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരൽ. ചില കേസിൽ അതുണ്ടാവുന്ന ചില ബാങ്ക്സ് ഓൾറെഡി പ്രൊവിഷൻസ് കൂടുതൽ വെക്കും. അത് NPA വരുന്ന പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, എടുത്തു വെക്കുക. IDFC ഫസ്റ്റ് ബാങ്ക് കേസ് അങ്ങനെ വെച്ചിരുന്നു. ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ റൂൾ കൊണ്ടുവന്നത് എല്ലാ PSU ബാങ്ക്സും സാധാരണ NPA വന്നതിന് ശേഷം, NPAൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസ്, ഒരു ലോണ് കൊടുത്ത് NPA ആവും എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ പ്രൊവിഷൻ മാറ്റി. ഇപ്പം അതല്ല, നിങ്ങൾ ലോൺ കൊടുക്കുമ്പോഴേ എന്ത് ചെയ്യണം? പ്രൊവിഷൻസ് മാറ്റി വെക്കണം. ഒരു ലോൺ കൊടുക്കുന്നുണ്ട്, ആ ലോണൊക്കെ നല്ല റീപേയ്മെൻറ്റ് കിട്ടാമായിരിക്കും, പക്ഷെ എന്നാലും കിട്ടൂല എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കുറച്ച് പ്രൊവിഷൻ നിങ്ങൾ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. സോ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും? നെറ്റ് പ്രോഫിറ്റ് ഇനി വരും ക്വാർട്ടേഴ്സിൽ കുറയും. കാരണം പ്രൊവിഷൻസിൽ കൂടുതൽ എമൗണ്ട് മാറ്റി വെക്കണമല്ലോ. ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് മാറ്റി വെക്കുന്നത്. ആക്ച്വൽ പ്രൊവിഷൻസ് പ്രോഫിറ്റാണ്, നെറ്റ് പ്രോഫിറ്റാണ്. അത് തീരെ കിട്ടാണ്ടായ പോയാൽ മാത്രമല്ല പ്രൊവിഷൻസ് പോകണം. അല്ലെങ്കിൽ ആക്ച്വലി പ്രൊവിഷൻസ് എന്നാലും കമ്പനി ലാഭം തന്നെയാണ്, ബാങ്കിന് ലാഭം തന്നെയാണ്. സോ ഈ നെറ്റ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി അടുത്ത നെക്സ്റ്റ് ക്വാർട്ടേഴ്സ് കുറവായിരിക്കും പ്രൊവിഷൻസ് കൂട്ടി വെക്കുന്നതിനെ കൊണ്ട്. കാരണം ഒരു ലോൺ കൊടുക്കുമ്പോഴേ അതിന് പ്രൊവിഷൻസ് മാറ്റി വെക്കാനാണ് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് PSU ബാങ്ക്സ് താഴോട്ട് വരാനുള്ള ഒരു കാരണം. കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്, ഡിജിറ്റൽ ലെൻഡിങ്ങിന് സ്ട്രിക്റ്റ് റൂൾസ് വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ലെൻഡിങ് തേർഡ് പാർട്ടീസ് ത്രൂ ആണ് സാധാരണ PSU ബാങ്ക്സ് ചെയ്യല് ഡിജിറ്റൽ ബാങ്കിങ്സിന്. പക്ഷെ അത് ഒരു കാരണവശാലും ജനങ്ങളെ സ്വകാര്യത, പ്രൈവസി നഷ്ടപ്പെടാൻ പാടില്ല, ഡാറ്റ സ്റ്റോറിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ കോർപ്പറേറ്റിന് ഇത്ര ലോണേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് റീറ്റെയിൽ ലോൺസിന് കൊടുക്കാൻ പറയാം. റീറ്റെയിൽ ലോൺസ് അങ്ങനെ NPA വരില്ല, തിരിച്ചടവ് ഇല്ലാണ്ട് നിൽക്കില്ല. ഈ വലിയ വലിയ കോർപ്പറേഷന് കൊടുക്കുന്ന ലോണാണ് കംപ്ലീറ്റ് പോയി ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഇത്രയും കൊടുക്കാൻ പോകുന്ന റൂൾസ് PSU ബാങ്ക്സ് മേലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എല്ലാ കാരണം വന്നപ്പോഴാണ് നെക്സ്റ്റ് ക്വാർട്ടേഴ്സ് നഷ്ടമായിരിക്കുന്ന എക്സ്പെക്ടേഷനാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ച് താഴോട്ട് വന്നത്. പക്ഷേ ഇതെല്ലാം ലോങ് ടേമിലേക്ക് ബാങ്ക്സിനും ഇന്ത്യക്കും എല്ലാം സൂപ്പറാണ്. ആഗോളതലത്തിൽ ഇൻ്റർനാഷണൽ ലെവൽസിലേക്ക് ഇന്ത്യൻ ബാങ്ക്സ് വരും. ആസ് ഓഫ് നൗ ആക്ച്വലി വന്നിട്ടില്ല എന്ന് വേണം പറയാം. ആ ലെവലിലേക്ക് ഇന്ത്യൻ ബാങ്ക്സ് വരും. അതിന് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് PSU ബാങ്ക്സ് വേണ്ട, 1, 2, 3 മതി എന്നാണ് പറഞ്ഞത്.
ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഭാവിയിൽ ഇനി രണ്ടോ മൂന്നോ ബാങ്ക്സ് ഇനി ഉണ്ടാവുള്ളൂ. മെർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. SBIയിലേക്ക് ഒരു ബാങ്ക് വരും, യൂണിയൻ ബാങ്കിലേക്ക് കുറച്ച് ബാങ്ക് വരും, കാനറ ബാങ്കിലേക്ക് വരാൻ സാധ്യത. എങ്ങനെയാണ് മെർജിങ് വരുന്നത് പറയാൻ പറ്റില്ല. ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് മെർജ് ചെയ്യാൻ പറയുന്നത് കേൾക്കണമെന്നും അറിയില്ല. പക്ഷെ നമ്മൾ ചിലതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ആയിരിക്കണം, വളരെ ലോങ് ടേം ആയിരിക്കണം. കാരണം യൂണിയൻ ബാങ്ക് വളരെ ചീപ്പാണ് സ്റ്റോക്ക്. ഇപ്പം ചിലത് എക്സ്പെക്ടേഷൻസിൽ ഹൈയിൽ നിൽക്കും, നിലവിൽ ചീപ്പായിരിക്കും, നിലവിൽ ഭയങ്കര ഓവർ വാല്യുവേഷൻ ആയിരിക്കും, വാങ്ങാൻ തോന്നില്ല, പി റേഷ്യോ ഹൈ ഒക്കെ ആയിരിക്കും. പക്ഷെ ഭാവിയിൽ അതിൻ്റെ ബിസിനസ് മോഡൽ മാറി വന്ന് നെറ്റ് പ്രോഫിറ്റ് കൂടി മാറുന്നൊരു എക്സ്പെക്ടേഷൻ. HFCയിലൊക്കെ അങ്ങനത്തെ സ്റ്റോക്കാണ്, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റോക്കൊക്കെ. പക്ഷേ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റിൽ വളരെ ചീപ്പാണ്. അതിന് ഒരുപാട് മറ്റേ സ്റ്റോക്ക് കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് കയറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷേ ഇതൊരു ഇപ്പം ടൈം ബീങ് ഈ പ്രശ്നങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്, താഴോട്ട് വരുന്നുണ്ട്. ഇനിയും താഴെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ വേണം വിറ്റിട്ട് വേണം താഴത്തും വാങ്ങാം. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ 30 രൂപ മുതൽ പറയുന്നതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ ഈ താഴോട്ട് വരികയാണെങ്കിൽ 150 160 വരാണെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 200 മേലെയൊക്കെ താഴോട്ട് വരുമ്പോൾ കൊടുക്കാൻ മതി, നമുക്കറിയില്ലല്ലോ യുദ്ധം വന്നിട്ട് വരെ വളരെ സ്ട്രോങ് ആയിട്ട് 200 മേലെ നിന്ന സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന് ശേഷമാണ് പിന്നെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 1% കയറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 1% കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പെർസെൻറ്റേജ് കുറവാണ്. അതും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ. അതുപോലെ തന്നെ പ്രൊവിഷൻസും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കൂട്ടിയിട്ടുണ്ട്. ഈ 2 കാരണമാണ്, ബാക്കി എല്ലാം റിസൾട്ടും സൂപ്പറായിരുന്നു. സോ പ്രൊവിഷൻസ് കുറച്ച് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കൂട്ടിയിട്ടുണ്ട്. അതേസമയം ഇയർ ഓൺ ഇയറിൽ പ്രൊവിഷൻ കുറഞ്ഞിട്ടുണ്ട്, ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കുറച്ച് കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് പ്രൊവിഷൻസ് കൂടിയിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. ഈ ഒരു ന്യൂസും ഈ എലങ്കും ന്യൂസ് വന്നപ്പോഴാണ് സ്റ്റോക്ക് അടിച്ചതായിട്ട് വന്നത്. ഇതൊരു അവസരം ആയിട്ടാണ് കാണേണ്ടത്. ശരിക്കും ഇതുവരെ യൂണിയൻ ബാങ്ക് എൻട്രി ചെയ്യാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ 130 വന്നാൽ കണ്ടുകൂട്ടിയിട്ട് യൂണിയൻ ബാങ്കിലേക്ക് എൻട്രി ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 5333 കോടി 2026 മാർച്ചിൽ. ലാസ്റ്റ് മാർച്ച് 2025 ഒരു 5000 കോടിയുടെ സ്ഥാനത്താണ് 333 കോടി കൂടുതൽ ലാഭം കാണിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 5028 ഉള്ളൂ, അതിനും എപ്രിസിയേഷൻ ഉണ്ട്. സോ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിസ് നെറ്റ് പ്രോഫിറ്റ് മേലോട്ടാണ്. നെറ്റ് എൻ പി എ 0.63 2020 ഇപ്പോൾ 0.48 ഉള്ളൂ. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 0.51 ഉള്ളത് 0.48 ഉള്ളൂ, അതും കുറവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 60% കഴിഞ്ഞു. 60% നോക്കാൻ നെറ്റ് പ്രോഫിറ്റും അതിൻ്റെ NPA ആണ്. NPA കുറയുന്നുണ്ടോ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, ബാങ്ക് സൂപ്പർ ആണെന്ന് അർത്ഥം. പിന്നീട് പ്രൊവിഷൻസ് നോക്കും. പ്രൊവിഷൻസ് ഇവിടെ നോക്ക്, 1560 കോടി പ്രൊവിഷൻസ് 2025 മാർച്ചിലുള്ള, അത് കുറഞ്ഞ 1050 കുറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്. അതേസമയം ഡിസംബറിൽ ഒരു 320 കോടി പ്രൊവിഷൻസ് മാറ്റിച്ചിട്ടുള്ളൂ. അതും ചിലപ്പോൾ ഈ റൂളിന് പ്രകാരമായിരിക്കാം ഈ ക്വാർട്ടറിൽ കൂട്ടിച്ചിട്ടുണ്ടാവാം. ഇത് റീസണാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വെറും 16.52 ഉള്ളത് 2025 26 17.58 കൂടിയുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അത് കുറച്ച് കുറവാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ NIM. പിന്നെ നെറ്റ് മാർജിൻ കൂടിയതുണ്ട്. ലാസ്റ്റ് 2025 16.52 ഉള്ളത് 17.58 മാർജിൻ കൂടി, അതും പോസിറ്റീവാണ്. ഈ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ കുറച്ച് താഴെ വന്നില്ല. 2.49 ഉള്ളത് 2.35 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ്, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ NIM 2025 2.49 ഉള്ളത് 2.35 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് 0.14 കുറഞ്ഞിട്ടുണ്ട്. അതാണ് ജസ്റ്റ് ഇതൊന്നൊരു അടിക്കേണ്ട കേസല്ല, ഇതൊക്കെ നെക്സ്റ്റിൽ ക്ലിയർ ആയി പോകും. റിസർവ്സ് നോക്കാം. 1,06,090 crores ഉള്ളത് 1,25,813 crores ആയിട്ട് 2026 കൂടിയിട്ടുണ്ട്. ഇത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം ഷെയർ ഹോൾഡിംഗ് ആണ്. FIS 8.14 ഉള്ളത് ഡിസംബറിൽ 8.14 ഉള്ളത് 9.37 ആയിട്ട് ഈ മാർച്ചിൽ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 1.23% കൂട്ടാൻ ചെറിയ ചില്ലറ കാര്യമല്ല. പബ്ലിക്കിൻ്റെ അടുത്തുള്ളത് 4.75 കുറഞ്ഞ് 3.89 ആയിട്ടുണ്ട്. സോ പബ്ലിക്കിന് വെറും 3.89% സ്റ്റേക്ക് ഉള്ളൂ. അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 5.83 ഉള്ളത് കുറഞ്ഞ് 4.75 3.89 ആയി. സോ നെഗറ്റീവ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോഴത്തെ പ്രസൻറ്റ് പേസിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. അതിൽ കുറഞ്ഞേക്കാം, എത്രത്തോളം കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭാവിയിലേക്ക് ഒരു
250, 300, 400 ഒക്കെ ഫെയർ വാല്യൂഷനാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. 10 രൂപ ഫേസ് വാല്യൂ. ഇൻഡസ്ട്രിയൽ പി 11, 12 ഉണ്ട്. യൂണിയൻ ബാങ്കിന് പി 6.52 ഉള്ളു, പകുതിൻ്റെ അടുത്തേ ഉള്ളൂ. EPS 25.45 ഉണ്ട്. പിന്നെ ഈ റിസൾട്ട് അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതും പോസിറ്റീവാണ്. 5 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. നല്ല ഡിവിഡൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു 2025 കൂടുതൽ ഡിവിഡൻ്റാണ് 2026 ഡിക്ലെയർ ചെയ്തത്. പ്രസൻറ്റ് പ്രൈസ് 165.94 ആണ്. അതിൻ്റെ ഇയർ ഹൈ 205, ഇയർ ലോ 114 ആണ്. 175 രൂപ എന്തോ അതിൻ്റെ ബുക്ക് വാല്യൂ ഉണ്ട്. 175 റുപ്പീസ് എന്തോ ബുക്ക് വാല്യൂ ഉണ്ട്. ബുക്ക് വാല്യൂ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്, ഇൻട്രൻസിക് വാല്യൂവിന് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ റഡാൽ വെക്കാം. ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്താൽ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ പ്രൈസ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എൻ്റർ ചെയ്ത് കൺസോൾട്ടേഷൻ പീരീഡിൽ എൻ്റർ ചെയ്ത് വളരെ സേഫായിട്ട് ഹോൾഡ് വയ്ക്കാനുള്ള സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ലെവലിന് 250, 50% ഫെയർ റേറ്റാണ്. 400 രൂപ വരെ വളരെ കൂളായിട്ട് പോകാൻ സാധ്യതയുള്ള 10 രൂപ ഫേസിലുള്ള PSU ബാങ്ക്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ ബാങ്ക് വരാനുണ്ട്. മെർജിങ് ഒക്കെ വരുമ്പോൾ വീണ്ടും ഇപ്പോൾ സ്റ്റോക്ക് അടിക്കും. ഈ ഒരു കറക്ഷനിലൊക്കെ FIS അത് സ്റ്റേക്ക് കൂട്ടും ചെയ്യും. സോ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ഫോമർ വീഡിയോസ് കൊണ്ട് നോക്കുക. അപ്പം ക്ലിയർ ആയിട്ടൊരു പിക്ചർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ച് കിട്ടും. PSU ബാങ്കിങ് സെക്ടറിൽ SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഒക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബാങ്ക്സ് ആണ്. ഇതൊന്നും ഒരിക്കലും നിങ്ങളെ ക്യാഷ് പോകില്ല. വളരെ സോളിഡ് ആയിട്ടുള്ള കമ്പനീസാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആരെയും ബ്ലെയിം ചെയ്ത് കാര്യമില്ല, പൈസ നിങ്ങളുടേതാണ്. സോ പുതുതായിട്ട് ആരെയും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.